വിവാദങ്ങളിൽ ഉലഞ്ഞ വയനാട് കോൺഗ്രസിൽ പ്രശ്നപരിഹാര ശ്രമവുമായി KPCC. ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലേടത്തിന്റെയും ഗ്രൂപ്പ് പോരിനെ തുടർന്ന് കള്ളക്കേസിൽ കുടുങ്ങിയ തങ്കച്ചനെയും കുടുംബാംഗങ്ങളെയും സജീവ് ജോസഫ് MLA സന്ദർശിച്ചു. KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു സന്ദർശനം. ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും സജീവ് ജോസഫ് MLA ചർച്ച നടത്തി. വയനാട് നിന്ന് ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, തുടരെ വിവാദങ്ങളായിരുന്നു വയനാട്ടിൽ നിന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ ഒരു സമവായ ചർച്ചയ്ക്ക് നീക്കം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചയ്ക്ക്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചയ്ക്ക് നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ചർച്ചകൾ പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് DCC നേതൃത്വം യോഗം ചേർന്നത്. പ്രത്യേകിച്ച് KC വേണുഗോപാലും അതോടൊപ്പം സണ്ണി ജോസഫ് MLAയും ഒക്കെ തന്നെ പങ്കെടുത്ത DCC യോഗത്തിലാണ് സജീവ് ജോസഫിനെയും അതോടൊപ്പം തന്നെ ആലിപ്പറ്റ് ജമീലയും ഇത്തരത്തിൽ ഈ ഒരു പ്രശ്ന പരിഹാരത്തിനായി നിയോഗിച്ചത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വലിയ ഒരു ചർച്ച നടത്തിയത്. പ്രത്യേകിച്ച് ബത്തേരിയിൽ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളുടെ അടക്കം സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ ചർച്ച നടത്തിയത്. പ്രത്യേകിച്ച് മുള്ളംകൊല്ലിയിലുണ്ടായ കോൺഗ്രസിലെ പ്രാദേശിക വിഷയങ്ങളൊക്കെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്നു പാർട്ടിയെ. ഇതേ തുടർന്ന് തന്നെയാണ് തങ്കച്ചനെ വ്യാജ കേസിൽ കൊടുക്കുന്നതും ജയിലിൽ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷമായിരുന്നു ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ. അതുകൊണ്ട് തന്നെ ഈ 2 കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കേണ്ടത് കോൺഗ്രസിന് ഏറെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് നേതാക്കൾ ആരും ഈ ഒരു വീടുകളിൽ സന്ദർശനം നടത്തിയില്ല, ഇവരെ ആരും നേരിട്ട് കണ്ടില്ല എന്ന പരാതികളും പരിഭവങ്ങളും ഒക്കെ കുടുംബത്തിന്റെയും അതോടൊപ്പം മറ്റ് പാർട്ടി നേതൃത്വത്തിന്റെയും ഒക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് KPCCയുടെ നിർദ്ദേശത്തെ തുടർന്ന് സജീവ് ജോസഫ് MLA ഇത്തരത്തിൽ ഈ തങ്കച്ചന്റെ കുടുംബത്തെയും അതോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലേടത്തിന്റെ കുടുംബത്തെയും ചെന്ന് സന്ദർശനം നടത്തിയത്. അവരുമായി സംസാരിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അതേസമയം തന്നെ അവിടെയുള്ള പ്രാദേശിക നേതൃത്വത്തെ കണ്ട് സംസാരിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. പ്രത്യേകിച്ച് 24-ാം തീയതി ഒരു മീറ്റിംഗ് പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കൂടാനുള്ള തീരുമാനമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മുതിർന്ന നേതാക്കൾ, അതായത് ഈ വയനാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും മറ്റ് ഈ ഒരു വിഭാഗങ്ങളൊക്കെ തമ്മിലുള്ള ചർച്ചയായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും കൃത്യമായ ഒരു പ്രശ്നപരിഹാരം എന്നോണം തന്നെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമെന്ന് തന്നെ ശുഭപ്രതീക്ഷയിലാണ് KPCC മുന്നോട്ട് പോകുന്നത്. അഖില. ലിനറ്റ് വർഗീസാണ് വയനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.